അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ ഏഞ്ചൽ. എബി അങ്ങനെയുള്ള ക്യാരക്ടർ അല്ല, ഒരു സാധുവാ. പാവത്തം കുറച്ച് കൂടിപ്പോയെന്നേ ഉള്ളൂ. അതെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് അത്രയ്ക്കറിയാവുന്ന പയ്യനാണ്. ഓക്കെ, ഏറ്റു. എന്തായാലും ഞാൻ അവനെ വിളിച്ചു ചോദിച്ചോളാം. ഓക്കെ. ആ എന്നാ ചെന്ന് കേറുന്നതിന് മുമ്പ് നിന്റെ ഒളിഞ്ഞോട്ട് നോക്കി അല്ലടാ. അയ്യോ അവള് ആ പെണ്ണ ഇപ്പൊ വിളിച്ചത് ഏഞ്ചല്. എന്റെ പൊന്നു ചായ വയലിന്റെ ഒച്ചയായിട്ട് ഞാൻ നോക്കി എന്നുള്ള സത്യ. എന്നെ കലക്കനായിട്ട് അവള് വയലും നട്ടപ്പാരാക്കി പെണ്ണുങ്ങൾ താമസിക്കുന്ന മുറി ഒളിഞ്ഞു നോക്കിയാണോ വയൽ കേൾക്കുന്നത്? ഇനി ആ ഭാഗത്തേക്ക് നോക്കരുത്, മനസ്സിലായോ? ആ ഞാന് ആ ബാർ ഹോട്ടലിലെ മാനേജറെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. കുറച്ചു പോയിട്ട് നിന്റെ ആ ഗിറ്റാർ ഒന്ന് കൂട്ടി കേൾപ്പിക്ക്. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം നടന്നു. ഇത് ഞാൻ കലക്കും. You're everything I thought you never were. Nothing like I thought I could have been. But still you live inside me. So tell me how is that? You're the only one I wish I could forget. The only one I love to not forgive. And though you break my heart, you're the only one. And though there are times. Sir, good name please. Jack. Nice. I'm Eddie. Carry on. The times that you hurt me and put tears on my face. Even now while I hate you, it pains me to say. കാളം വിട്ട് പോടാപ്പാ, വേറെ പണി മേടിക്കാൻ ഇറങ്ങിയേക്കണേണ്. ദാവ് പിള്ളേരാണ്. That's Henry. Dangerous. ആ ഭായ്, ആളെ മനസ്സിലായ? ആരാണ്? ഇവനാ റോസ് വില്ലയിൽ കയറി താമസമാക്കിയ മുതല്. ആ നോട്ടം കണ്ട. എന്തിനാണെങ്കിലും പറഞ്ഞോട്ടെ, നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. മാറ്, ഒരിക്കൽ തോറ്റെടുത്ത പിന്നെ എപ്പോഴും നമ്മൾ തോൽക്കേണ്ടി വരും. വീടാ ഇത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഞാനല്ലാതെ വേറെ ഒരുത്തരെയും ഗേറ്റിന്റെ അകത്തോട്ട് കയറ്റി വിടരുതെന്ന്. ഇറക്കി വിടറി അവൻ ആരായാലും പണി ഞാൻ തീർക്കും. ചെകുത്താൻ എന്റെ നെഞ്ചത്തെ കാണുന്നു. എല്ലാരും ഉണ്ടല്ലോ. ഒച്ച വെക്കാതെ നീ പോ. നീ പോടില്ല, ഒറ്റ ചവിട്ടിനില്ല നീ. അവനെ ഇറക്കി വിടറേ, ഞാനൊന്ന് കാണട്ടെ. നിനക്ക് എന്താ വേണ്ടേ? നിന്നെ വേണം എനിക്ക്. എഞ്ചാടി പോരോ നീ? ഹെൻറി പ്ലീസ്, ഞങ്ങളുടെ ജൂട്സിനെ പോലെയല്ലേ നിന്നെ ഞങ്ങൾ സ്നേഹിച്ചത്. നന്ദി കാണിക്കണ്ട. ഇനി ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. നന്ദി ആർക്കാണ് ശാപം? ഈ മേഴ്സിയെ ഞാനൊന്ന് തൊട്ടൂന്നും പറഞ്ഞ് ഇവളുടെ തന്ത പീറ്റർ പട്ടിയ തല്ലുന്ന പോലെ എന്റെ പഞ്ചിക്കിട്ടത് അറിയാവാ? ഒന്നോർത്തോ, ഈ റോസ് വില്ലയിൽ ഇനി ഒരു ആടൊരുത്തം കേറുന്നുണ്ടെങ്കിൽ അത് ഈ ഹെൻറി കഴിഞ്ഞിട്ട് മതി. നേരം വരും, ഞാൻ തിരിച്ചു വരും. ഓർത്തോ? എന്താടാ ഇവിടെ പറഞ്ഞിട്ട് പോടാ. ഇത് ഞങ്ങ കുടുംബക്കാര് തമ്മിലുള്ള പ്രശ്നമാണ് സാറേ, ഒന്നുമില്ല. സാറേ കലിപ്പിക്കല്ലേ. അനിയ, ഈ ഏരിയയിൽ നിന്റെ ആ പഴയ ഷോ ഇനി വേണ്ട. ഇവിടെ മുമ്പിരുന്ന SIയെ നിന്റെ കൊച്ചു പിച്ചാത്തിക്ക് പിന്നീന്ന് ഉണ്ടാക്കിയ കഥ ഞാൻ കേട്ടു. നീ എന്റെ കൈക്കൊന്ന് വീണ നിന്റെ നട്ടല് ഞാൻ വെള്ളമാക്കും. പോയി എവിടെയെങ്കിലും ചായ നോക്ക്. പോടാ.
ഓടാ. നിന്ന് മഞ്ഞു കൊള്ളണ്ട, പെങ്ങന്മാരകത്തോട് ചെല്ല്. ഇവിടെ എന്താ പ്രശ്നം? ഞാൻ ഇടപെടണോ? എന്റെ മാതാവേ, ചേർത്താ പിന്നെ വരണ്ട്. എന്നാലും എന്റെ ഇച്ഛായ പുലിക്കൂട്ടിലേക്കാണല്ലോ എന്നെ കൊണ്ടുവന്നാക്കിയത്. ഇച്ചിരി നാറ്റം അടിച്ചാലും കുഴപ്പമില്ല, ഞാൻ ഈ കമ്പനിയിൽ എങ്ങാനും കിടന്നോളാം. എന്നിട്ട് ഹെൻറി നിന്നെ വല്ലതും ചെയ്തോ? പിന്നെ പുളിക്കും എന്റെ ദേഹത്തെങ്ങാനും തൊട്ടാ. ഇന്നലെ തന്നെ അവന്റെ പുളിച്ചു വർത്താനം കേട്ടിട്ട് എനിക്ക് ചൊറിഞ്ഞു വന്നാ. പിന്നെ ഞാനങ്ങ് വിട്ടു. ആ, അത് നന്നായി. അല്ലെങ്കിൽ നിന്നെ അവൻ ചീഞ്ഞ മത്തി കുഴഞ്ഞതുപോലെ ആക്കിയേനെ. പണ്ട് റോസ്വില്ലയിലെ ബേക്കറിയിൽ ഹെൽപ്പർ പണിക്ക് വിളിച്ചു നിർത്തിയ ഒരു തെണ്ടി ചെറുക്കനായി ഹെൻറി. പിന്നെ അവിടെ അവൻ വളർന്നത്. ഒടുക്കം ആ മേഴ്സിയോട് അവൻ എന്തോ വൃത്തികേട് കാണിച്ചു. അന്ന് അവിടുന്ന് ചവിട്ടി പുറത്താക്കിയതാ. ഇപ്പൊ ഇവിടുത്തെ നമ്പർ 1 ഗുണ്ടയാ. ഓടേതമ്പരാനെ പോലും പോവാക്കില്ല. എന്റെ ഞാൻ നീ പേടിക്കണ്ടടാ, അവൻ നിന്റെ മെക്കിട്ട് കയറില്ല. എന്നെ അറിയാം ഹെൻറിക്ക്, പറഞ്ഞാ മതി. ആ ആ പിന്നെ നീ ഇനി നടന്ന് കഷ്ടപ്പെടണ്ട. നിനക്ക് എന്റെ ബൈക്ക് വാങ്ങിച്ചു തരാൻ പോവാ. പുത്തന? അത്ര പുത്തനല്ല, എന്നാലും നല്ല കണ്ടീഷനാ. നിനക്ക് ഓടിക്കാനൊക്കെ അറിയാമല്ലോ അല്ലേ? പിന്നെ എന്നെ പഠിപ്പിച്ച പൗലോസച്ചനാ. ചോദിച്ചു നോക്കാം, പറപ്പിക്കും ഞാൻ. പിന്നെ ആരാണെന്നാണ് വിചാരം? എടാ, നമ്മുടെ റോസ്മില്ലേക്ക് താമസാക്കി മുതലാണ്. നമ്മുടെ മച്ചു ഞാൻ വീണതറിഞ്ഞിട്ട് സന്തോഷിക്കുകയാണല്ലേ. ശാപം കിട്ടൂട്ടോ. തന്നോട് ആരാ പറഞ്ഞ താഴേക്ക് വരാൻ? എത്ര മേളി പോയാലും സമ്മാനം വാങ്ങാൻ താഴെ വന്നേ പറ്റൂന്ന് പൗലോസച്ചൻ പറയാറുണ്ട്. അതെ, ഇച്ചിരി ചോറും കറിയും തരുമോ? ബൈക്കിൽ നിന്ന് വീണോണ്ട് തിന്നാൻ ഒന്നും വാങ്ങാൻ പറ്റിയില്ല. നല്ല വേദനയും നല്ല വിശപ്പും. ഇവിടെ ഒന്നും വെച്ചിട്ടില്ല, സോറി. കണ്ണി ചോര ഇല്ലാത്ത വർത്താനം പറയല്ലേ ഏഞ്ചല്. എന്റെ കൈയും കാലും ഒന്നും ഉളുക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. മൂക്കിന് ഒരു കുഴപ്പമില്ല. ഇറച്ചിക്കറിയുടെ മണം എനിക്ക് കിട്ടിയില്ലോ. നന്നായി, തരാൻ മനസ്സില്ല. താനിന്ന് പോ ചേച്ചി. പോവാണല്ലോ. ഞാനിവിടെ പട്ടിണിയിടന്ന് മരിച്ചു പോയാൽ നാളെ നിങ്ങളെ പോലീസ് പിടിക്കും. ഇവക്കറിയാം ഏഞ്ചൽ എന്ന് പേരിട്ടെ. കഷ്ടാണ് ഏഞ്ചൽ, പാവം. വിശന്നിട്ടല്ലേ? വിശക്കട്ടെ. നിനക്ക് എന്താ കുട്ടിയോട് ഇത്ര ദേഷ്യം? ഓഹോ, ഒരുപാട് സിമ്പതി ഒന്നും കാണിക്കല്ലേ. ഒരവസരം വന്ന അവനും ആ സ്വഭാവം കാണിക്കും. ആണല്ലേ വർഗം. ഓരോ കഥകൾ ഉണ്ടാക്കി പറഞ്ഞ് നാണം കെടുത്താൻ ചാൻസ് നോക്കിയിരിക്കുന്നവരാ നമുക്ക് ചുറ്റും. അത് മറക്കണ്ട. എത്രയും വേഗം അവൻ ഇവിടുന്ന് മാറാൻ പ്രാർത്ഥിക്കുക. അതുവരെ പച്ചവെള്ളം കൊടുക്കരുത് അവന്. എന്നെ കൊല്ലാൻ വന്നവരായാലും സ്നേഹിച്ചിട്ടേ പോളൂന്ന് പൗലോസച്ചൻ പറയും. ആരാ കുട്ടിയുടെ പൗലോസച്ചൻ? വികാരി അച്ഛൻ, രാജകുമാരി പള്ളിയിലെ. ഞങ്ങള് വലിയ കമ്പനിയാ. സത്യം പറഞ്ഞാൽ നാട്ടിലെ പള്ളി പണിയാനുള്ള പകുതിയോളം കാശ് കൊടുത്തത് എന്റെ ഡാഡിയാ. ആ ബഹുമാനം നാട്ടുകാർക്കുണ്ടേ. നാട്ടിലെ ഏറ്റവും വലിയ വീട് എന്റെ ബത്ലഹേം. എന്റെ മമ്മിയിട്ട പേരാ. കൊള്ളാവോ? എനിക്ക് ഈ സൈമച്ചായന്റെ ചെമ്മീൻ കമ്പനി ജോലി ചെയ്തോ
ഹോട്ടലിൽ ഗിറ്റാർ വായിച്ചോ കാശുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ഡാഡിയുടെ കയ്യിൽ പൂത്ത കാശാണേ. പക്ഷേ ഞാൻ അതിന് തൊടുകയില്ല. സ്വന്തമായിട്ട് പണിയെടുത്ത് കാശുണ്ടാക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ അല്ലേ? ഏഞ്ചൽ എങ്ങാനും ഇപ്പൊ കയറി വരുമോ? നിങ്ങൾക്ക് വെറുതെ വഴക്ക് കേൾക്കണ്ട. ഏഞ്ചൽ വരാൻ ലേറ്റ് ആവും. ഡോക്ടറുകളുടെ ഹോസ്പിറ്റലിൽ പോയിരിക്കാം ആനിമയ്ക്കുള്ള മെഡിസിൻ വാങ്ങാൻ. ഈ ആനിമയ്ക്ക് ഒരു കുഴപ്പമില്ല. വെറുതെ മടി പിടിച്ചിരിക്കാനുള്ള ഓരോ അടവുകളും. മരുന്നും വേണ്ട, മന്ത്രവും വേണ്ട. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. നോ എബി, അതെടുക്കണ്ട. ഞങ്ങൾ പോലും അതിൽ ടച്ച് ചെയ്യുന്നത് ഏഞ്ചലിന് ഇഷ്ടമല്ല. അത് അവളുടെ ജീവനാ. റോസിന്റെ വയലിനാ ഏഞ്ചലിന്റെ മമ്മിയുടെ. ഹേ, ഇതൊന്നും ആരുടെയും സ്വന്തമല്ല. സ്വന്തമാക്കി വെക്കാനും കഴിയില്ല. മ്യൂസിക് അറിയുന്ന എല്ലാവർക്കും ഇത് സ്വന്തമാ. പൗലോസ് അച്ഛൻ പറയാറുണ്ട്, മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്ന ഒരു മന്ത്രം മരുന്നുണ്ടെന്ന്. മരണത്തിൽ നിന്ന് പോലും നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു സൂത്ര മരുന്ന്. ആ മന്ത്രത്തിൽ ഉപയോഗിക്കുന്ന മാജിക് സ്റ്റിക്കാണ് വയലിൻ. നോയിക്കോ, ആനിയമ്മയുടെ അസുഖം ഞാൻ മാറ്റാൻ പോവാ. നോക്കാം. അത് വെറുതെ ചീത്തയാക്കണ്ട. Thank you. Nice. ശരി. സോറി, ഇയാളുടെ വയലിനെടുത്തതിന്, ഇതിനകത്ത് കയറിയതിന് രണ്ടിനും സോറി. പതുക്കെ കഴിച്ചാ മതി. കലക്കനായിട്ടുണ്ട് കേട്ടോ. എന്നാ ഒരു ടേസ്റ്റാ. കൊച്ചേർക്കൻ എന്ന് ഇവിടെ നിന്നാ നോക്കിയിട്ടാ. കൊച്ചിറക്കനോ? ആ, കൊച്ചേർക്കനെ. നാട്ടിലെല്ലാരും അവനെ കൊച്ചെന്നാണ് വിളിക്കുന്നത്. ഈ എബി ഗോപി എന്ന് പറഞ്ഞാൽ അവിടെ ആർക്കും അറിയില്ല. ജോസൂഞ്ഞിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീടുണ്ടായിട്ട് വേണ്ട വീട്ടുകാരുണ്ടാവൻ. എനിക്ക് അങ്ങനെയൊന്നും പറയാൻ ആരുമില്ലെന്നേ. ഓ, ആ ഒരു കാര്യത്തിൽ കർത്താവ് തമ്പുരാൻ ജോസൂഞ്ഞിനോട് പിശുക്ക് കാണിച്ചു. പക്ഷേങ്കിലേ ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി വന്ന ഒരാളെ ഞങ്ങൾ രാജകുമാരിക്കാർക്കുണ്ട്. പൗലോസച്ചൻ. ആ പൗലോസച്ചൻ എന്നെ വളർത്തിയതേ പള്ളി വക അനാഥ മന്ദിരത്തിൽ. പാവം, ഇപ്പൊ അവിടെയും വലിയ കഷ്ടപ്പാടാന്നേ. എന്നെ കൊണ്ടാവുന്ന പോലെ എന്തെങ്കിലും ജോലി എടുത്ത് പൗലോസച്ചനെ ഒന്ന് സഹായിക്കണമെന്നുണ്ട്. എവിടെ, പാവങ്ങൾക്ക് എന്നും പാതാളം തന്നെ. എബിയോട് പറഞ്ഞാ ഹെൽപ്പ് ചെയ്യില്ലേ? ആര് കൊച്ചോ? നല്ല കാര്യമായി. അവൻ തന്നെ കരക്കാരുടെ ചെലവില്ലയോ കഴിയുന്നേ. അപ്പൊ എബി പറഞ്ഞല്ലോ അവര് വലിയ കാശുകാരാണെന്നും
നാട്ടില് വലിയ വീടുണ്ടെന്നും ബദ്ലഹേം എന്ന വീടിന്റെ പേരെന്നും ഒക്കെ. എന്റെ മാതാവേ, നീ തന്നെ ചിരിപ്പിച്ച് കൊല്ലും. അവൻ പറഞ്ഞത് നേരാ, ബദ്ലഹേമിലാ അവന്റെ താമസം. പക്ഷെ അത് അവന്റെ വീടല്ല. പ്രായമായവരെയും ആരും നോക്കാനില്ലാത്തവരെയൊക്കെ കൊണ്ട് താമസിപ്പിക്കുന്ന പള്ളി വക കെട്ടിടവാ. അവിടെയാ ഇപ്പൊ അവന്റെ പപ്പ. ഈ പാട്ടിന്റെ ഒക്കെ വലിയ ആളായിരുന്നു കേട്ടോ അവന്റെ പപ്പ. ബോംബെയിലോങ്ങാണ്ടായിരുന്നു പണ്ട് അവര് താമസം. പറഞ്ഞിട്ട് തന്നെ ആ കാര്യം, പുള്ളി ഈ കുത്തിവെക്കുന്ന മയക്കുമരുന്നിന്റെ ആളായിരുന്നേ. ആ ഒടുക്ക സഖി കെട്ടപ്പം താലിയും വലിച്ചു പറിച്ച് പപ്പാടെ മുഖത്തോട്ട് എറിഞ്ഞിട്ട് അവന്റെ മമ്മി ഒരൊറ്റ പോക്ക. അന്നീ കൊച്ചു തീരെ കൊച്ച. പിന്നെ എങ്ങനെയോ ഞങ്ങളുടെ നാട്ടിൽ വന്ന് പെട്ടതാ കൊച്ചു അവന്റെ പപ്പായി. സ്വന്തം എന്ന് പറയാനൊരു വീടുണ്ട്, പക്ഷെ അതിപ്പോ പൂട്ടിക്കിടന്ന് ചെതലരിച്ചു. പപ്പയുടെ ചികിത്സയ്ക്ക് തന്നെ ഒരുപാട് കാശാണ്. അതൊക്കെ ഉണ്ടാക്കാനാ അവൻ ഈ ചെമ്മീൻ കമ്പനി പണിക്ക് വന്നത്. അവനിതൊന്നും ആരോടും പറയില്ല, നീ സഹതാപം കാണിക്കുന്നു പറഞ്ഞു. അവനൊന്നും ഇഷ്ടമല്ല. എബി, ഓ, ഒരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റോ? എനിക്കോ? എടാ ജോസ്, എന്നാടാ ഇത്? ചിക്കനാ? ഇതല്ലടാ, ഇതെന്നാ ഒരു വരവാ. നീ ഇതെങ്ങനെ ഇവിടെ എത്തി? അതൊക്കെ എത്തി. അല്ലടാ നീ എന്നെ ഈ പെങ്ങന്മാരെയൊക്കെ പറഞ്ഞു പറ്റിച്ചേക്കുന്നേ. നിന്റെ പപ്പ ഏതാണ്ട് വലിയ പപ്പ അല്ലല്ലോ, ഡാഡി അല്ലേ. ഞാൻ അങ്ങനെയല്ലേ വിളിക്കാറ്. ഇവരെല്ലാം മറന്നു. ഡാഡിയോ? എന്നാ നീ ഇങ്ങ് വന്നേ, ഞാൻ ചോദിക്കട്ടെ. നിക്കടാ കാര്യം പറയണം. നീ അങ്ങ് ക്ഷീണിച്ച് നിറമൊക്കെ പോയല്ലോ, എന്ത് പറ്റണം? നീ തന്നെ അതിനെ എന്നെ പിടിച്ച് തള്ളുന്നേ. നിന്നോട് ആരെപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞു? എടാ മിനിഞ്ഞാന്നെങ്ങാണ്ട് സൈമൺ അച്ചായൻ പൗലോസിനെ വിളിച്ച് പറഞ്ഞേ ഇങ്ങോട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു വിടാൻ. എന്നാ സംഭാവന കാശ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ബത്ലഹേമിലോട്ട്. എന്നാ അതും വാങ്ങിച്ചോണ്ട് വാടാന്ന് പറഞ്ഞ പൗലോസിന് എന്നെ പറഞ്ഞു വിട്ടതാ. കൂട്ടത്തിൽ നിന്നെ ഒന്ന് കാണാമല്ലോ. അല്ലടാ നീ എന്നൊക്കെ ഇവിടെ പറഞ്ഞു വെച്ചേക്കുന്നേ. നിന്റെ കൊല്ലിഞ്ഞാൻ എന്തെങ്കിലും നീ പറഞ്ഞോടാ. ഞാൻ പറയൂടാ, നിന്നെ എനിക്കറിയത്തില്ലയോ. നീ നല്ല ഗമയിലങ്ങ് നടന്നു. നീ എടാ കൊച്ചേ, ഇവിടെ എന്തുമാത്രം മദാമ്മമാരാടാ, അതും കൊച്ചിനിക്കോട്ടുണ്ട്. ഓ, എന്റെ ആപ്പീസ് അടച്ചുപോയി. ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ട് പറ്റുമെങ്കിൽ ഒരു മദാമേനെയും കൊണ്ട് ഞാൻ ഇനി രാജകുമാരിക്കുള്ളൂ. എന്റെ മാതാവേ, വൃത്തികെട്ടവനെ അവന്റെ കോഴിക്കാലും. ഇതെന്നാ ചെയ്തായി പോയി. വന്ന വരവ് കണ്ട ചെക്കനാള് പുലിയാണ് കേട്ടാ. ബാധ്യത ഇങ്ങനെ മസിൽ പിടിച്ചും ഡയലോഗ് അടിച്ചും കാലം കഴിക്കുകയുള്ളു. പുറം പണിക്കാർ ചെക്കന്മാർ ഹോസ്പിറ്റലിലേക്ക് അർമാദിക്കണേ. ഇത് എന്നെ ഇടപാടാ ചേട്ടാ ഈ കാണിക്കുന്നേ. മനുഷ്യനിപ്പോ വീണ് ചത്തേനല്ലോ. കുടുംബത്തോട്ട് അങ്ങ് തിരിച്ചു തന്നേക്കാന്ന് പറഞ്ഞാന്നോ കാലത്തെ വണ്ടി എടുത്തോണ്ട് പോന്നേ. എന്റെ മാതാവേ, മുട്ടാൻ നിക്കണടാ കൊച്ചെ. അലമ്പ് പാർട്ടീസാ, കണ്ടാലറിയാം. അല്ലേ? വിട്ടോണം, വിട്ടുപോയിക്കോണം റോസ്വില്ലെന്ന് ഇന്ന് തന്നെ. അതെന്റെ കളവാണ്. അവിടെ ഇറങ്ങി കളിക്കാൻ നിൽക്കണ്ട. എനിക്കത് ഇഷ്ടമല്ല. മനസ്സിലായടാ? ഇല്ലെങ്കിൽ എന്നോട് ഇവിടെ നിന്ന് പോകാൻ പറയും. ഇയാളാരാ? അത് സൈമച്ചായം പറയുമ്പോ ഞാൻ ഉള്ള ജീവൻ കായല് കളയാണ്ട കുടുംബത്ത് പോവാൻ നോക്കണം. പന്നിയുടെ മക്കളെ വൈക്കണ്ടൊക്കെ അവിടുന്ന്.